ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 650 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഒരു പ്ലാനാണ്. അപ്പോൾ ഇതൊരു സാധാരണക്കാരന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു പ്ലാനായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് നേരെ പ്ലാനിലേക്ക് കിടക്കാം. ഈ ഒരു പ്ലാൻ നിൽക്കുന്നത് കിഴക്കോട്ട്, അതായത് കിഴക്കോട്ട് മുഖം വരുന്ന ഒരു പ്ലാനായിട്ടാണ് വരച്ചേക്കുന്നത്. ഒരു സ്ഥലത്തിന് അനുയോജ്യമായിട്ട് വരച്ചൊരു പ്ലാനാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സിറ്റ് ഔട്ടിലേക്ക് പോവുകയാണെങ്കിൽ 294 144 സിറ്റ് ഔട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത സ്പേസുള്ള ഒരു സിറ്റ് ഔട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ കിഴക്ക് വാളിൽ വെളിച്ചം കിട്ടാൻ വേണ്ടി 2 പാളി വിൻഡോയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ലിവിങ് റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ 270 359 ലിവിങ് ആണ്. ഈ ഒരു കോർണറിലായിട്ട് നമുക്ക് എന്താക്കാം, സോഫ സെറ്റ് ചെയ്യാം. കോർണർ സോഫ കൊടുക്കാം, അല്ലെങ്കിൽ 3-3-2 അതിൻ്റെ സോഫയും കൊടുക്കുക. ആ ഒരു വാർഡിലായിട്ട് നമ്മൾ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിവിങ്ങും ടി വിയും ഡൈനിങ്ങുമായിട്ട് ഒരു ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഡൈനിങ്ങിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും ടി വി കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ട് പാളീൻ്റെ 2 വിൻഡോയാണ് നമ്മൾ ലിവിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അത് തെക്ക് ഭാഗത്തുള്ള വോളിലാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് വരികയാണെങ്കിൽ 234 239 ഡൈനിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ട് നമുക്ക് നമ്മുടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബെഡാണ്, തീരെ കൺജസ്റ്റഡ് അല്ല. 333 270 ബെഡ്റൂമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കിഴക്ക് വാളിലായിട്ട് നമ്മൾ 2 പാളി വിൻഡോയും അതുപോലെ വടക്ക് ചുമരിൽ വരുന്നിടത്ത് 2 പാളി വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇതൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 123 150 അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ 240 300 സെക്കൻഡ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 2 പാളി വിൻഡോയും അതുപോലെ തന്നെ തെക്ക് ഭാഗത്തായിട്ട് 2 പാളി വിൻഡോയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അലമാര കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു കിഴക്കോട്ട് തല വെക്കേണ്ടവർക്ക് ഈ ഒരു ചുമരിലേക്ക് വെക്കാം. അല്ലെങ്കിൽ കിഴക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വരുന്നത് തെക്കോട്ടാണ് ബെറ്ററായിട്ട് വരുന്നത്, അതായത് തല വെക്കുന്നത്, കട്ടിലിടുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ബെഡ്റൂം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന കിച്ചണിലേക്കാണ്. കിച്ചൺ 240 300 ഒരു കിച്ചണാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടുപ്പും കാര്യങ്ങളും വരുന്നത് കിഴക്ക് ഭാഗത്തെ വോളിലാണ്. ഇവിടെയാണ് നമുക്ക് അടുപ്പ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്തായാലും എൽ ഷേപ്പിലായിരിക്കും നമ്മുടെ ഈ ഒരു സ്ലാബ് വരുന്നത്. കിച്ചൺ സ്ലാബ് വരുന്നത് എൽ ഷേപ്പിലായിരിക്കും. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു കിച്ചൺ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വർക്ക് ഏരിയ 147 227 വർക്ക് ഏരിയയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വർക്ക് ഏരിയയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്, 2 പടിൻ്റെ. ആ ഒരു വിൻഡോയിൽ കൂടെ നമുക്ക് ഡൈനിങ്ങിലേക്ക് കുറച്ചുകൂടി പ്രകാശം കൂടുതൽ കിട്ടാനായിട്ട് സഹായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോമൺ ആയിട്ട് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയ എന്ന് തന്നെയാണ് നമ്മൾ കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. 125 150 ഒരു ടോയ്ലറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കോമൺ ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാൻ ശ്രദ്ധിച്ചറിയാം, നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 2 പാളിൻ്റെ വിൻഡോയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു പ്ലാനിൽ കൊടുത്തേക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനും സിറ്റൗട്ടിനും 3 പാളി വിൻഡോ കൊടുക്കുന്നത് നല്ലതായിരുന്നു. പക്ഷേ കസ്റ്റമറിന് 2 പാളി വിൻഡോ മതി എന്നാണ് പറഞ്ഞത്. മാക്സിമം എന്താ പറയുക, ക്യാഷ് റേറ്റ് കുറച്ച് ചെയ്യാനുള്ള രീതിക്കാണ് 2 പാളി വിൻഡോ കൊടുത്തത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പടിഞ്ഞാറ് ഭാഗത്ത് 2 പാളി വിൻഡോ കൊടുത്തുകൊണ്ട് തന്നെ വൈകിട്ട് കൂടുതലായിട്ട് വെളിച്ചം കിടക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഓവറോൾ ഈ പ്ലാൻ അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 650 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഒരു പ്ലാനിൽ ബെറ്റർ ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് കുറച്ചുകൂടി കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാം. പിന്നെ ഒരു 650 സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ ഇത് അത്യാവശ്യം സ്പേസ് ഉള്ള പ്ലാനും കൂടിയാണ്. സൗകര്യത്തിനനുസരിച്ച് ചെയ്തേക്കുന്ന ഒരു പ്ലാനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടോയ്ലറ്റിൻ്റെ ഡോറ് നമുക്ക് പുറത്തുനിന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പടിഞ്ഞാറ് നിന്നുള്ള കാറ്റ് ആ ഒരു വെന്റിലേഷൻ വഴി കടന്ന് നമ്മുടെ കിച്ചണിലേക്കോ അല്ലെങ്കിൽ വർക്ക് ഏരിയയിലൊക്കെ കൂടുതലായിട്ട് സ്മെല്ലും കാര്യങ്ങളൊക്കെ കിടക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡോർ പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം അധികമായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ കിച്ചണിൽ കൊടുത്തേക്കുന്ന ആ ഒരു വിൻഡോയും നമ്മുടെ ലിവിങ് ഭാഗത്ത് അല്ലെങ്കിൽ ഡൈനിങ് ഭാഗത്തേക്ക്
കൂടുതലായിട്ട് മീൻ വറക്കുകയോ അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഈ ഭാഗത്തേക്ക് കാറ്റടിച്ച് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ടി വി യൂണിറ്റ് വരുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വലിപ്പം കൂട്ടിയെടുക്കണം. ടി വി അതിനനുസരിച്ചുള്ള വലിപ്പമുള്ള ടി വി എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ പിന്നെ വേറെ തെറ്റും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഒരു 650 സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് നമുക്കത് അതിൽ ഉൾക്കൊള്ളാമെന്ന നല്ല സ്ഥലപരിമിതിയുള്ള ആവശ്യത്തിനുള്ളൊരു പ്ലാനായിട്ടാണ് എനിക്ക് ഈ ഒരു പ്ലാന് തോന്നിയത്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത ആ ഒരു പ്ലാനിൻ്റെ 3D എലിവേഷൻ്റെ ലെഫ്റ്റ് സൈഡും അതുപോലെ തന്നെ ഫ്രണ്ട് എലിവേഷനും. ഇതുപോലെ പുതിയ പുതിയ വീഡിയോസ് കാണാനായിട്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.